കഴിഞ്ഞ ദിവസം ഞാൻ ജെ ഫോർ ജോയ്ഫുള്ളാണ് പറഞ്ഞത്. ഇന്ന് എന്താണെന്നറിയാം? ഇന്ന് കെ ഫോർ കൈൻഡ്. കെ ഫോർ ധാരാളം വേർഡ്സ് ഉണ്ടെങ്കിലും ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് കെ ഫോർ കൈൻഡാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കൈൻഡ് എന്നൊക്കെ പറഞ്ഞൊരു ഇൻബോൺ സാധനമാണ്. നമുക്ക് മറ്റുള്ളവരോട് ഒരു ദയ തോന്നുക. ഇൻബോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കും നമ്മുടെ മാതാപിതാക്കൾ എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറിയിട്ടുള്ളത് എന്നൊക്കെയാണ് ആ കുട്ടികളുടെ മനസ്സിലും ചെറുതിലേ പഠിക്കുന്നതാണ്. നമ്മുടെ മാതാപിതാക്കൾക്ക് ദയുള്ളവരാണോ അതോ ക്രൂരന്മാരാണോ? ഞാൻ ക്രൂരന്മാരെന്ന് ഉദ്ദേശിച്ചത് എന്തെന്നറിയാം, ഒരു തരം റൂഡായിരിക്കും, എല്ലാ കാര്യത്തിനും ഒരു ഇതില്ലാതെ, ഒരു ദയ, ഈവൻ കുട്ടികളോട് പോലും ദയ കാണിക്കാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടാവും. ഇപ്പം ഞാനീ പറഞ്ഞു വന്നത്, നമുക്ക് ഈ ദയ എന്നുള്ളത് നമ്മൾ ശീലിച്ചാലും കിട്ടും. മറ്റുള്ളവരോട് കരുണ കാണിക്കുക. നമ്മുടെ നമ്മളോട് ഒരാൾ ഒരു സഹായം ആവശ്യപ്പെട്ടാൽ, സാമ്പത്തിക സഹായമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുമെന്നില്ല, അല്ലാതെ ഒരു സഹായം അഭ്യർത്ഥിച്ചാൽ നമുക്കത് ചെയ്യാൻ കഴിയുന്നതാണെങ്കിൽ, നമ്മളാൽ കഴിയുന്നതാണെങ്കിൽ നമ്മളത് ചെയ്തു കൊടുക്കുക. കാരണം വേറെ ഒന്നും നമ്മൾ അവരിൽ നിന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ ചെയ്തു കൊടുത്താൽ, അതിനൊക്കെയാണ് എൻ്റെ ഡെഫിനിഷൻ കരുണ എന്ന് ഞാൻ ഓർക്കും. ഈയിടെ ഒരമ്മ പറയുന്നത് കേട്ടിട്ട് സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. എൻ്റെ മോൻ എന്നും സ്കൂളിൽ നിന്ന് വളരെ ലേറ്റായിട്ടാണ് വരുന്നത്. അപ്പം ഞാൻ ഓർത്തു ഇവനൊരു തല്ലിപ്പൊളി ആയിരിക്കാം. പിന്നീടാണ് ആ അമ്മ പറഞ്ഞത്, എൻ്റെ മകൻ, അവൻ്റെ ക്ലാസ്സിൽ ഒരു കുട്ടിയുണ്ട്, പണ്ടത്തെ കാര്യമാണ് ഈ പറയുന്നത്, അതല്പം നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിയായതുകൊണ്ട് അതിനെ വീട്ടിൽ കൊണ്ടാക്കി, കുറച്ച് ദൂരെയാണ് വീട്, അധികം യാത്രാ സൗകര്യമുള്ള സ്ഥലമല്ലായിരുന്നു. അപ്പം സൈക്കിളിൽ ഫ്രണ്ടിൽ ആ കുഞ്ഞിനെ ഇരുത്തി അതിനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടാണ് എൻ്റെ മകൻ വീട്ടിൽ വരുന്നത്. ആ മകൻ ഇപ്പോൾ ഒരു ഉയർന്ന IAS ഉദ്യോഗസ്ഥനാണ് എന്നും ആ അമ്മ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, ഈ കരുണ എന്നൊക്കെ ഉള്ളത് ഇതൊക്കെ തന്നെ ആയിരിക്കാം. ഒരു ചെറിയ ചെറിയ സഹായം, ഒരു കൈ സഹായം നമ്മളാൽ കഴിയുന്നത്, നമ്മൾ ആർക്കെങ്കിലും ഒരു ദിവസം ഒരു കരുണയെങ്കിലും നമ്മൾ ചെയ്യുക എന്നുള്ളത് എല്ലാവരും അതൊന്ന് മനസ്സിൽ കരുതി നടപ്പിലാക്കണം. ഓക്കെ.